കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച എം.ആർ. രാഘവാര്യരെ ചേലിയ യുവജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ചരിത്രത്തിലും സാഹിത്യത്തിലും ഒരുപോലെ അദ്വിതീയനായ ഡോക്ടർ എം.ആർ. രാഘവാര്യർക്ക് വിശിഷ്ടാംഗത്വം നൽകുന്നതോടെ സാഹിത്യ അക്കാദമി തന്നെ പുരസ്കരിക്കപ്പെട്ടിരിക്കുകയാണെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി. ബാബുരാജ് പറഞ്ഞു. ആദരിക്കൽ ചടങ്ങിന് ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി. വേണുമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അർജുൻ, അതിൻ്റെ വിശാലമായ കുറച്ച് ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കേണ്ടതുണ്ട്. ഒരു സ്വീകരണ യെസ് അർജുൻ. അപ്പം വിജയരാഘവൻ ചേലിയ ആദര പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KTM കോയ, അഡ്വക്കേറ്റ് പി. പ്രശാന്ത്, ശിവൻ കക്കാട്ട് എന്നിവർ സംസാരിച്ചു. ആദരം ഏറ്റുവാങ്ങിക്കൊണ്ട് നടത്തിയ മറുമൊഴിയിൽ കഠിനാധ്വാനം മാത്രമാണ് തൻ്റെ കൈമുതലെന്നും നഷ്ടപ്പെട്ടു പോയെന്ന് ഭയന്ന പ്രാചീന ലിപികളെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞുവെന്നതാണ് അഭിമാനകരമായ നേട്ടമെന്നും രാഘവ വാര്യർ അഭിപ്രായപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം വളരെ പ്രഗത്ഭനായ, ഒരുപക്ഷെ ഒരു ചരിത്രകാരൻ എന്നൊക്കെ പറയുമ്പം വളരെ പ്രഗത്ഭനായ, കേരളം കണ്ട ഒരു ചരിത്രകാരൻ രാഘവ വാര്യർ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ക്വിസ് മത്സര വിജയികൾക്ക് വേദിയിൽ വെച്ച് സമ്മാനങ്ങൾ കൂടി നൽകി. അർജുൻ PCR എന്തൊക്കെയോ സിഗ്നൽ കാണിക്കേണ്ടത്. നമുക്ക് ഇന്ന് യാത്ര പറയാൻ സമയം തോന്നുന്നില്ല അർജുൻ, പൊക്കോട്ടെ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് നമ്മൾ ഒരു പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. 9:30 മണിയാവുന്നു. ഏതായാലും ഞങ്ങളൊരു കാര്യം കൂടി പ്രേക്ഷകർ അറിയിക്കുകയാണെന്ന്. ശോഭയാത്ര, കോഴിക്കോട് നഗരത്തിലെ ശോഭയാത്ര പ്രേക്ഷകരെ ഒട്ടും അതിൻ്റെ വർണ്ണശബളിമ ചോർന്നു പോകാതെ പ്രേക്ഷകർ ഞങ്ങൾ തത്സമയം എത്തിക്കുവാൻ വേണ്ടി വിപുലമായ സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 4 മണി മുതൽ മഹാശോഭയാത്രയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ ഞങ്ങളുടെ ക്യാമറ വിഭാഗം തയ്യാറാണ്. അതൊക്കെ ഇന്ന് രാവിലെ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞങ്ങളോടൊപ്പം ഇന്ന് വൈകുന്നേരവും നിങ്ങൾ പതിവ് പോലെ തന്നെ തുടരുക. തത്സമയമായി പ്രേക്ഷകരിൽ കാര്യങ്ങളെത്തും. ശോഭയാത്രയുടെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളൊക്കെ പ്രേക്ഷകരിൽ അറിയിക്കും. ഒപ്പം തന്നെ വാഹനത്തിലോ ജോലിസ്ഥലത്തോ ഉള്ള ആളുകൾ ഇത് കാണാൻ പറ്റില്ല എന്നൊരു വേവലാതി വേണ്ട. കോഴിക്കോട് വിഷൻ ഓൺലൈൻ എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ തത്സമയമായി ഇതിൻ്റെ ദൃശ്യങ്ങൾ തത്സമയം ലൈവായിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് അതുകൂടി കാണാൻ പറ്റും എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. ഏതായാലും എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇനി നമുക്ക് ന്യൂസ് അറ്റ് 11 മണിക്ക് നമ്മൾ വീണ്ടും ഒരുമിച്ച് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമ്മൾ കണ്ടുമുട്ടും. എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. വിശ്വാസികൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ കൂടി അറിയിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം വിടവാങ്ങുന്നു. നാളെ വീണ്ടും രാവിലെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം.